നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. മുൻകാല ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഇന്ത്യൻ ബഹിരാകാശം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ PSC ആവർത്തിച്ച 50-ലധികം ചോദ്യങ്ങളാണ് പഠിച്ചെടുക്കുന്നത്. ഇത് വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതും റീസെൻ്റ്ലി ചോദിച്ചതുമായ എല്ലാ പോയിന്റുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആഴ്ചയിൽ നമ്മൾ ഓരോ ക്ലാസ്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ ക്ലാസ്സുകൾ മിസ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ ഇതുവരെ ചെയ്ത ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവരാണ് വിക്രം സാരാഭായ്. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? വിക്രം സാരാഭായിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2. ISRO സ്ഥാപിതമായ വർഷം 1969 ഓഗസ്റ്റ് 15. ഇൻക്ലൂഡിങ് ഡേറ്റ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ISRO സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. ആ ഡേറ്റ് കൂടി ഓർത്തിരിക്കുക. 1969 ഓഗസ്റ്റ് 15. നെക്സ്റ്റ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്നത് 1972. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1972. 1972 ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്നത്. 1972. ഇത് കുറച്ച് റെയറായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ബഹിരാകാശ ഇത് അറിയപ്പെടുന്നത്. ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ്. അവിടെ തന്നെ PSC ആവർത്തിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി ഡോക്ടർ MGK മേനോനാണ്. അതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? MGK മേനോൻ. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളിയാണ് MGK മേനോൻ. MGK മേനോൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. ആറാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ശ്രീഹരിക്കോട്ടയാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ നമുക്കറിയാം. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ശ്രീഹരിക്കോട്ടയാണ്. ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം വീലർ ഐലൻഡ്, ഒഡീഷ. നമ്മൾ വാർത്തകൾ കണ്ടതാണ്. റീസെൻ്റ്ലി അത് APJ അബ്ദുൽ കലാമിൻ്റെ പേരിലേക്ക് റീനെയിം ചെയ്തിരുന്നു, വീലർ ഐലൻഡ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്തു. APJ അബ്ദുൽ കലാം ദ്വീപ് എന്ന് പുനർനാമകരണം ചെയ്തത് ഏത് ദ്വീപാണെന്ന്? വീലർ ഐലൻഡ് ആണ്, ഒഡീഷ. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമാണ്. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, തിരുവനന്തപുരത്താണ് ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത്? നൈക്ക് അപ്പാച്ചെ. 1963 തുമ്പയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏതാണ്? നൈക്ക് അപ്പാച്ചെ. ഏത് വർഷമാണ്? 1963. 1963 തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക്ക് അപ്പാച്ചെ. ഏത് വർഷമാണ്? 1963. 1963. അതും ധാരാളം തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷം. ഇതും കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. 1968. അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ചോദിച്ചതാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി. ഏത് വർഷമാണ്? 1968. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷം 1968. 1968. ആരാണ്? ഇന്ദിരാഗാന്ധി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം ഓഗസ്റ്റ് 12.
വിക്രം സാരാഭായിയുടെ ജന്മദിനമാണ്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം എന്നാണ് ഓഗസ്റ്റ് 12. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം എന്നാണ് ഓഗസ്റ്റ് 12. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. നമ്മൾ മിസൈൽ മാൻ എന്നുള്ളത് അബ്ദുൽ കലാമിന്റെ എപ്പോഴും കേൾക്കുന്ന പോയിന്റ് ആണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ ശിവൻ, മലയാളിയാണ്. അദ്ദേഹം ISRO ചെയർമാനാണ്. കെ ശിവൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13, സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിച്ച വർഷം 1971. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1971, 1971. അതൊന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. അത്ര കോമൺ ആയിട്ട് കയറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിച്ച വർഷം ഏത് വർഷമാണ്? 1971, 1971. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. കേപ്പ് കെനഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15, സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ആസ്ഥാനം അഹമ്മദാബാദ്. അതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? അഹമ്മദാബാദിലാണ്. സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ആസ്ഥാനം അഹമ്മദാബാദ്. അപ്പോൾ ഇവിടെ പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് നല്ലോണം നോക്കി വെക്കേണ്ടതാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1971, 1971. അതേപോലെ 15ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ആസ്ഥാനം അഹമ്മദാബാദിലാണ്. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ, ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആണ്. ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ ചോദിച്ചതാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ക്രാഡിൽ ഓഫ് സ്പേസ് സയൻസ് ഇൻ ഇന്ത്യ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ISROയുടെ വാണിജ്യ വിഭാഗം ആൻഡ്രിസ് കോർപ്പറേഷൻ 1992 ബംഗളൂരുവിൽ സ്ഥാപിച്ചു. പിന്നീട് പല വാണിജ്യ വിഭാഗങ്ങളും വന്നെങ്കിലും ആദ്യത്തെ എന്ന രീതിയിൽ ശ്രദ്ധേയമായതുകൊണ്ട് ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ISROയുടെ വാണിജ്യ വിഭാഗം ആൻഡ്രിസ് കോർപ്പറേഷൻ 1992 ബംഗളൂരുവിൽ സ്ഥാപിച്ചു. ISROയുടെ വാണിജ്യ വിഭാഗമാണ് ആൻഡ്രിസ് കോർപ്പറേഷൻ 1992, 1992 ബംഗളൂരുവിൽ സ്ഥാപിച്ചു. ദെൻ ഇന്ത്യയുടെ മിസൈലുകളുമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളുമായിട്ട് റിലേറ്റ് ചെയ്ത് PSC ആവർത്തിച്ച ചില ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് ഏത് വർഷമാണ്? 1975 ഏപ്രിൽ 19. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച ഏത് വർഷമാണ്? 1975 ഏപ്രിൽ 19. 75 ഏപ്രിൽ 19. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19, ആര്യഭട്ടയുടെ വിക്ഷേപണ വാഹനം C1 ഇന്റർ കോസ്മോസ്. ഇതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചോദിച്ചാണ്. ആര്യഭട്ടയുടെ വിക്ഷേപണ വാഹനം C1 ഇന്റർ കോസ്മോസ്. ദെൻ ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം അല്ലെങ്കിൽ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു ഭാസ്കര 1. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഏതാണ്? ഭാസ്കര 1 ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം. ഭാസ്കര 1 വിക്ഷേപിച്ച വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 1979 ജൂൺ 7. ക്വസ്റ്റ്യൻ നമ്പർ 21, 21ാമത്തെ ക്വസ്റ്റ്യൻ, ഭാസ്കര 1 വിക്ഷേപിച്ച വർഷം 1979 ജൂൺ 7. 1979 ജൂൺ 7. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, ആര്യഭട്ടയുടെ വിക്ഷേപണ വാഹനം ഏതാണ്? C1 ഇന്റർ കോസ്മോസ്. C1 ഇന്റർ കോസ്മോസ്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 20, ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം ഭാസ്കര 1. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഭാസ്കര 1 വിക്ഷേപിച്ച വർഷം 1979 ജൂൺ 7. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22, ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം രോഹിണിയാണ്. 1980 ജൂലൈ 18 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം രോഹിണിയാണ്. അപ്പോൾ ആര്യഭട്ടയും ഭാസ്കരയും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ വിക്ഷേപിച്ചത്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഇതാണ്, രോഹിണി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23, സ്ഥിരമായി ആവർത്തിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആപ്പിൾ. 1981 ജൂൺ 19 വിക്ഷേപിച്ചു. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ 1981 ജൂൺ 19 വിക്ഷേപിച്ചു.
ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹം ഇൻസാറ്റ് 2A. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 2A. ഇൻസാറ്റ് 2A. Then question number 25. ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹം ഓഷ്യൻ സാറ്റ്. പേരിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹമാണ് ഇത് ഓഷ്യൻ സാറ്റ്. ഓഷ്യൻ സാറ്റ്. ദെൻ 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം കൽപ്പന 1 അല്ലെങ്കിൽ മെറ്റ്സാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹമാണ് കൽപ്പന 1 അല്ലെങ്കിൽ മെറ്റ്സാറ്റ്. അവിടെ തന്നെ PSC ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 27. വിക്ഷേപണാന്തരം പേര് മാറ്റിയ ഇന്ത്യൻ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ്. ഈ മെറ്റ്സാറ്റ് എന്ന ഉപഗ്രഹത്തിന് പിന്നീട് പേര് മാറ്റി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി കൽപ്പന 1 എന്ന പേര് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹം ഓഷ്യൻ സാറ്റ് ആണ്. അതേപോലെ ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം കൽപ്പന 1 അല്ലെങ്കിൽ മെറ്റ്സാറ്റ് ആണ്. വിക്ഷേപണാന്തരം പേര് മാറ്റിയ ഇന്ത്യൻ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം കാർട്ടോസാറ്റ് 1. അതും പേരിൽ തന്നെയുണ്ട്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണിത് കാർട്ടോസാറ്റ് 1. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം കാർട്ടോസാറ്റ് 1. കാർട്ടോസാറ്റ് 1. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് റിസാറ്റ് 1. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് റിസാറ്റ് 1. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് റിസാറ്റ് 1. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30. ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. അനൂസാറ്റ്. അണ്ണാ യൂണിവേഴ്സിറ്റി ആണ് നിർമ്മിച്ചത്. ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ഉപഗ്രഹമാണ് അനൂസാറ്റ്. അണ്ണാ യൂണിവേഴ്സിറ്റിയാണത് നിർമ്മിച്ചത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം കാർട്ടോസാറ്റ് 1. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 1. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് റിസാറ്റ് 1. അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 30. ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ഉപഗ്രഹം അനൂസാറ്റ്. അണ്ണാ യൂണിവേഴ്സിറ്റിയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 31. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഇപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. 2008 ഒക്ടോബർ 22. ചാന്ദ്രയാൻ 1 ഏത് വർഷമാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്. ചാന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ വാഹനം PSLV C11 ആയിരുന്നു. ചാന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C11. PSLV C11. അതേപോലെ ചാന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ മലയാളിയായിരുന്ന G. മാധവൻ നായരായിരുന്നു. അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് വർഷമാണ്? 2008 ഒക്ടോബർ 22. 2008 ഒക്ടോബർ 22. അതേപോലെ അതുമായി റിലേറ്റ് ചെയ്താണ് 32ാമത്തെ ക്വസ്റ്റ്യൻ. ചാന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ വാഹനം PSLV C11. PSLV C11. അതേപോലെ തന്നെ 33ാമത്തതും ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാണ്? G. മാധവൻ നായർ. G. മാധവൻ നായർ. അതേപോലെ ആ സമയത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് 34ാമത്തെ ക്വസ്റ്റ്യൻ. ചാന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ M. അണ്ണാദുരൈ ആയിരുന്നു. അന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചാന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ M. അണ്ണാദുരൈ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 35. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. ഇത് റീസെന്റ് കറണ്ട് അഫയേഴ്സിൽ ആഡ് ചെയ്ത് ചോദിച്ചു തുടങ്ങിയതാണ്. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. ചാന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ വാഹനം GSLV Mark 3. GSLV Mark 3. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച വർഷം ചോദിക്കും. 2019 ജൂലൈ 22. 2019 ജൂലൈ 22. 2019 ജൂലൈ 22. വിക്ഷേപണ വാഹനം GSLV Mark 3. GSLV Mark 3. ഇനി ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. 37ാമത്തെ ക്വസ്റ്റ്യൻ. ചാന്ദ്രയാൻ 2ന്റെ റോവറിന്റെ പേരായിരുന്നു പ്രഗ്യാൻ. ആ റോവർ അത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന റോവറിന്റെ പേര് പ്രഗ്യാനും ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. നമുക്കറിയാം വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡിങ്ങിന് പോലെ ഇടിച്ചിറങ്ങിയതാണ്. അതൊരു പാർഷ്യൽ ഫെയിലർ ആവാനുള്ള റീസൺ എന്നുള്ളത്
അത് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 2വിന്റെ ലാൻഡറിന്റെ പേര് വിക്രം. അതേപോലെ 39ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ കെ ശിവൻ. ധാരാളം തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണത്. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാണ്? കെ ശിവനാണ് ISRO ചെയർമാനായത്. മലയാളിയാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 40, ചന്ദ്രയാൻ 2വിന്റെ പ്രൊജക്ട് ഡയറക്ടർ വനിതാ മുത്തയ്യ. ഓൾറെഡി ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രയാൻ 2വിന്റെ പ്രൊജക്ട് ഡയറക്ടർ വനിതാ മുത്തയ്യ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 41, കറണ്ട് അഫേഴ്സിൽ ചോദിച്ചാണ്. വിക്രം ലാൻഡറിന്റെ അവശിഷ്ടങ്ങൾ ചന്ദ്രോപരിതലത്തിൽ കണ്ടെത്താൻ സഹായിച്ച വ്യക്തി ഷൺമുഖ സുബ്രഹ്മണ്യൻ. വിക്രം ലാൻഡറിന്റെ അവശിഷ്ടങ്ങൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കണ്ടെത്താൻ സഹായിച്ച വ്യക്തി ആരാണ്? ഷൺമുഖ സുബ്രഹ്മണ്യൻ. ഷൺമുഖ സുബ്രഹ്മണ്യൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 42, ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യം മംഗൾയാൻ. ഓൾറെഡി ചോദിച്ചതാണ്. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യമായിരുന്നു മംഗൾയാൻ. ദെൻ 43ാമത്തെ ക്വസ്റ്റ്യൻ, ചൊവ്വ പര്യവേഷണ ദൗത്യം വിജയിക്കുന്ന എത്രാമത്തെ രാജ്യമായിരുന്നു ഇന്ത്യ? 4ാമത്തെ രാജ്യം. ചൊവ്വ പര്യവേഷണ ദൗത്യം വിജയിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ദെൻ 44ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പദ്ധതി ഗഗൻയാൻ. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗഗൻയാൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 45, ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനത്തിൻ്റെ പേര് നാവിക്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനത്തിൻ്റെ പേരാണ് നാവിക്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 46, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയൻ രാകേഷ് ശർമ്മയാണ്. 1984 ഏപ്രിൽ 2 ബഹിരാകാശത്തെത്തിയത്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയൻ ആരാണ്? രാകേഷ് ശർമ്മ. അതേപോലെ 47, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ധാരാളം തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 48, കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം കർണാൽ. ഹരിയാനയിലെ കർണാലാണ് കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം. കർണാൽ, ഹരിയാന. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 49, കൊളംബിയ വാഹനം താർന്ന് കൽപ്പന ചൗള അന്തരിച്ച വർഷം 2003 ഫെബ്രുവരി 1. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കൊളംബിയ ഷട്ടിൽ തകർന്ന് കൽപ്പന ചൗള അന്തരിച്ച ഏത് വർഷമാണ്? 2003 ഫെബ്രുവരി 1. 2003 ഫെബ്രുവരി 1. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 50, ബഹിരാകാശത്ത് എത്തുന്ന 2ാമത്തെ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് എത്തുന്ന 2ാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? സുനിത വില്യംസ്. ബഹിരാകാശത്ത് എത്തുന്ന 2ാമത്തെ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 51, ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. IRNSS 1A. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് IRNSS 1A. ആ സീരീസിൽ കുറച്ചധികം സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ഇത് മാത്രം എടുത്ത് ചോദിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ് IRNSS 1A. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 52, ഇമ്പോർട്ടൻ്റ് ആണ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? GSAT-9. ഓൾറെഡി കുറേ തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണേത്? GSAT-9. GSAT-9. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 53, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, മറ്റു രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഇന്ത്യ തദ്ദേശീയമായി പുറത്തിറക്കിയ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന്റെ പേര്, GPS സംവിധാനത്തിന്റെ പേരാണ് നാവിക്. അപ്പോൾ GPS-ന് സമാനമായുള്ള ഇന്ത്യയുടെ സംവിധാനം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതാണ്? നാവിക്. ഇന്ത്യ തദ്ദേശീയമായി പുറത്തിറക്കിയ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന്റെ പേരാണെന്ത്? നാവിക്. ഇന്ത്യ തദ്ദേശീയമായി പുറത്തിറക്കിയ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന്റെ പേരാണ് നാവിക്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 54, ഗൂഗിൾ മാപ്പിന് സമാനമായ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഭുവൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഗൂഗിൾ മാപ്പിന് സമാനമായ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ആണ് ഇത് ഭുവൻ. ഗൂഗിൾ മാപ്പിന് സമാനം, ഇപ്പം രണ്ടും തെറ്റിക്കരുത്. GPS-ന് സമാനമായ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ആണ് നാവിക്. GPS-ന് സമാനമായ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ നാവിക്. അതേപോലെ ഗൂഗിൾ മാപ്പിന് സമാനമായ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഭുവൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 55, ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ആസ്ട്രോസാറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏതാണ്? ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 56, PSLVയുടെ പൂർണ്ണരൂപം പോളാർ സാറ്റലൈറ്റ് വെഹിക്കിൾ. PSLVയുടെ പൂർണ്ണരൂപം എന്താണ്? പോളാർ സാറ്റലൈറ്റ് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് വെഹിക്കിൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 57,
സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന പേടകം ആദിത്യ 1. ഇത് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന പേടകമാണേത് ആദിത്യ 1. ഇപ്പോൾ ബഹിരാകാശം എന്ന ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തത് കുറേ സിമ്പിൾ പോയിന്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ടതും ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ളതുമായ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഭാഗം എല്ലാവർക്കും പൂർണ്ണമായും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ക്ലാസ്സുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്